പ്രിയരെ, ക്രിസ്തുവേശുവിന്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ മരുപ്രയാണത്തിൽ ഒരു ദിവസം കൂടി ജീവിക്കാൻ അനുവാദം നൽകിയ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുകയും ഇന്നത്തെ ദിവസത്തിന്റെ ഓരോ നിമിഷങ്ങളും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാന്റെ ലേഖനം, അതായത് 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പീൻ എന്ന് പഠിപ്പിച്ച നാഥൻ ഈ ലോകത്തിന് മുഴുവനും സ്നേഹത്തിന്റെ മാതൃകയാണ്. ശത്രുവിനെ സ്നേഹിപ്പാനും ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാനും പഠിപ്പിച്ച കർത്താവിന്റെ സ്നേഹം നിസ്സീമമാണ് എന്നുള്ളത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട വസ്തുതയല്ല. വാസ്തവത്തിൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം സ്നേഹം എന്ന 2 വാക്കിലൂടെ ഉണ്ട്. എന്നാൽ ഇതിന്റെ അർത്ഥം ശരിക്കും അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് മനുഷ്യന്റെ ജീവിതവും പോക്കുമൊക്കെ കണ്ടാൽ നമുക്ക് തോന്നുന്നത്. സ്നേഹത്തിന്റെ ഓരോ തലങ്ങളും അതിന്റെ അർത്ഥങ്ങളും മനസ്സിലാക്കാതെ ഇന്ന് പല മണ്ഡലങ്ങളിലും അഭിനയം മാത്രമാണ് കാണുന്നത്. മാതാപിതാക്കളും മക്കളും തമ്മിലും, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും, മറ്റു സ്നേഹബന്ധങ്ങളൊക്കെ തമ്മിലുമുള്ള സ്നേഹം അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ സ്നേഹം നിർവ്യാജമായിരിക്കണം. ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞിയും തന്റെ ഭർത്താവായ ആൽബർട്ടുമായി ഒരിക്കൽ വല്ലാത്ത അഭിപ്രായ ഭിന്നത ഉണ്ടായി. രാജ്യത്തെ നിയമപ്രകാരം ഒരു പൗരൻ എന്ന നിലയിലല്ല, ഭർത്താവ് എന്ന നിലയിൽ രാജ്യകാര്യങ്ങളിൽ കൈകടത്തി എന്ന കാര്യം രാജ്ഞിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. വാക്കുതർക്കം മൂർച്ഛിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവായ ആൽബർട്ട് തന്റെ മുറിയിലേക്ക് കയറിപ്പോയി. വലിയ കോപത്തോടെ വാതിൽ വലിച്ചടച്ചു. അല്പസമയത്തിനകം തന്നെ പരിചാരികയോടൊപ്പം രാജ്ഞി ഭർത്താവിന്റെ മുറിയുടെ വാതിൽക്കൽ ചെന്നുമുട്ടി. പുറത്തുനിന്ന് ചോദ്യമുയർന്നു, ആരാണത്? രാജ്ഞിയാണ് എന്നാണ് പരിചാരിക പറഞ്ഞത്. അകത്തുനിന്ന് വീണ്ടും ഉണ്ടായ മറുപടി ഇങ്ങനെയാണ്, രാജ്ഞിയോട് അല്പം കാത്തിരിക്കാൻ പറയൂ. ഒരു നിമിഷം ആലോചിച്ചു നിന്ന ശേഷം രാജ്ഞി വീണ്ടും കതകിന് മുട്ടി. ആരാണത് എന്ന ചോദ്യം പിന്നെയും ഉണ്ടായപ്പോൾ അങ്ങയുടെ ഭാര്യയാണ് എന്ന സ്നേഹത്തോടെയുള്ള മറുപടിയാണ് രാജ്ഞി കൊടുത്തത്. വാതിൽ തുറക്കപ്പെടുകയും അതോടെ അവരുടെ ഭിന്നതകൾ അവസാനിക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് ഒരാൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിരിക്കുന്ന ഓരോരുത്തരും, അതായത് പ്രാർത്ഥനയ്ക്കായി ചെല്ലുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു വസ്തുതയാണിത്. പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥനാ സമയത്ത് ആലയത്തിനകത്ത് അവർ പറഞ്ഞ വാക്കുകളൊക്കെ വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പരീശൻ തന്റെ അവസ്ഥകളെല്ലാം വിളിച്ചു പറയുകയാണ്, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല. പിന്നെ ചുങ്കക്കാരനെ താഴ്ത്തിക്കെട്ടാൻ പറ്റുന്ന നിലയിൽ ചില വാക്കുകളൂടി ഈ പരീശൻ ഉരുവിട്ടു. എന്നതുപോലെ നമ്മുടെ പ്രൗഢിയും പ്രതാപവും മാറ്റുവാൻ ശ്രമിക്കാതെ പ്രാർത്ഥന കൊണ്ടും ആരാധന കൊണ്ടും സ്വർഗത്തിന്റെ കവാടം തുറക്കില്ല. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ഏതൊരു വ്യക്തി ചെല്ലുമ്പോഴും ദൈവവുമായി ഒരു ആത്മബന്ധത്തിന്റെ സ്വകാര്യത ഉണ്ടായിരിക്കണം. അങ്ങനെ ഒന്ന് സമീപിച്ചു നോക്കൂ, തീർച്ചയായിട്ടും സ്വർഗത്തിന്റെ വാതിൽ മറുപടിക്കായി നിങ്ങൾക്ക് തുറന്നിരിക്കും. ദൈവത്തെ ഏതെല്ലാം രീതിയിൽ സംബോധന ചെയ്യാമെന്നും ദൈവത്തിന്റെ പേരുകളെ ഏതെല്ലാം നിലയിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പഠിച്ചിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇങ്ങനെ വാക്യങ്ങൾ കാണാതെ പഠിച്ചതുകൊണ്ടോ ഏതെങ്കിലും നിലയിലൊക്കെ പ്രസിദ്ധി നേടിയതുകൊണ്ടോ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട. ദൈവവുമായി നിലനിൽക്കുന്ന ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കണം. അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ നമുക്കുള്ള അവകാശം തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കണം. വേദപുസ്തകത്തിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ അവകാശം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും ചെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ചാൽ തുറക്കുന്നതല്ല സ്വർഗത്തിന്റെ കവാടം. ആ വാക്കുകളുടെ അർത്ഥമനുസരിച്ച് ഒരു ബന്ധം ദൈവവുമായി ഉണ്ടായിരിക്കണം. 2 മക്കളുള്ള ഒരു അപ്പന്റെ ഉപമ തിരുവചനത്തിൽ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ഇളയവനെ നമ്മൾ മുടിയൻ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. അവൻ സ്വത്തുക്കളെല്ലാം മേടിച്ച് അവകാശങ്ങളെല്ലാം വാങ്ങി ദൂരദേശത്ത് പോയി, എല്ലാം നശിപ്പിച്ചു. എന്നാൽ ഒടുവിൽ തനിക്ക് അപ്പനെ കുറിച്ചൊരു ഓർമ്മ വന്നു, അപ്പന്റെ വീടിനെ കുറിച്ചുള്ള ഓർമ്മ വന്നു. താൻ അപ്പന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് അപ്പ എന്ന പേര് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞ് ഏറ്റുപറഞ്ഞ് കരഞ്ഞപ്പോൾ അപ്പൻ അവനെ നിരാകരിക്കുകയോ നിരസിക്കുകയോ അല്ല ചെയ്തത്. എന്നതുപോലെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ഏതൊരാളും ആ ബന്ധത്തിന് യോഗ്യമല്ലാത്ത കാര്യങ്ങളൊക്കെ ഏറ്റുപറയണം. അതിനുശേഷം പ്രാർത്ഥിക്കണം. നിശ്ചയമായും മറുപടി ഉണ്ടാവും.
നമ്മുടെ വിളിയുടെ ശക്തി കൊണ്ടല്ല ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മറുപടി ലഭിക്കുന്നതോ സ്വർഗ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയോ ചെയ്യുന്നത്. ശബ്ദമാതിരിമയോടെ പ്രാർത്ഥിച്ചാലും കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള മധുരധ്വനികൾ കൊണ്ടൊന്നും സ്വർഗത്തിൽ നിന്ന് മറുപടി ഉണ്ടാവില്ല കേട്ടോ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രാർത്ഥിക്കും മുമ്പ് നമ്മൾ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് സ്വയം ശോധന ചെയ്യുക. നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവസ്നേഹം അവിടെ വെളിപ്പെടണം. പ്രാർത്ഥനയുടെ വാക്കുകൾ മാത്രമല്ല, ആ ബന്ധം ദൈവത്തിന് ബോധ്യപ്പെടണം. അങ്ങനെയെങ്കിൽ മറുപടി നിശ്ചയമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. അങ്ങേ ദൈവവചനപ്രകാരം സ്നേഹിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശു ക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.